എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. കണ്ടോ, എന്താണെന്ന് കണ്ടോ? അഗസ്ത്യച്ചീരയുടെ പൂവാണിത്. ഇവിടെ ഒരു ചെടിയിൽ നിറയെ അഗസ്ത്യച്ചീരയുടെ പൂവ് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമായിരുന്നു. കണ്ടോ, അതിൻ്റെ മുട്ട് കണ്ടോ, നല്ല വലിയ മുട്ടാണ്. ഏകദേശം നമ്മുടെ പയറിൻ്റെ പൂവിൻ്റെ മുട്ടൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ കുറച്ച് വലിപ്പം ഉണ്ടെന്ന് മാത്രം. പൂവാണെങ്കിലും അതുപോലെ തന്നെയാണ്, വലിപ്പമുള്ള നല്ല മുഴുത്ത പൂവാണ്. കണ്ടോ, ഇത് രണ്ട് സൈസുണ്ട്. റോസ് കളറുള്ളത് കൊണ്ട് വെള്ളയുണ്ട്. ഇവിടുത്തേത് വെള്ളയാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഇതളിനൊരു റോസ് കളർ ഉണ്ട് താനും. കണ്ടോ, കുറച്ചധികം ഞാൻ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പറിച്ചപ്പം കുറച്ച് മുട്ടും കൂടെ പോന്നു. പക്ഷേ ആ മുട്ടും അതിലൂടെ അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഇനി ഇത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം. കണ്ടോ, ഇതാണ് പുറമേ ഏറ്റവും പുറത്തുള്ള ഇതളിന് റോസ് കളർ ഉണ്ടെന്നുള്ളത് കണ്ടോ. ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക്. അതിൻ്റെ ആ പൂമ്പൊടി പോലത്തെ കളഞ്ഞിട്ട്, കണ്ടോ അതിൻ്റെ പൂ കണ്ടോ എന്ത് വലുതാണെന്ന് നോക്ക്. ഇത് ആ പൂമ്പൊടി മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. അതിൻ്റെ ആ തണ്ടും കളഞ്ഞിട്ട് ഇനി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഇതാ കഴുകി വൃത്തിയാക്കി ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളമെല്ലാം നന്നായിട്ട് പോകണം. വെള്ളം ഇരുന്നാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് പിരിപിരാന്ന് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നിരവധി ഔഷധ ഗുണമുള്ള ഒരു പൂവാണ് അഗസ്ത്യച്ചീരയുടെ പൂവെന്ന് നമുക്കറിയാം. ഇത് ഇലയും കറി വെക്കും, പൂവും നമ്മൾ കറി വയ്ക്കും. തോരൻ വെക്കാനായിട്ടൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക, എണ്ണ ചൂടായപ്പോൾ. ഇനി ഒരു 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ 2 സവാള അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് അരിഞ്ഞ്. ഇനി അത് ഇട്ട് കൊടുക്കുന്നു. സവാള ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് കളറ് മാറി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. മുളകും കൂടി ഒന്ന് വേവട്ടെ അതിന് വേണ്ടി. ഇനി സവാളയുടെ കളറൊന്ന് മാറി വരണം. നന്നായിട്ട് ആ വെള്ളം സവാളയുടെ വറ്റണം, കാരണം അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വേഗം ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി. ഉപ്പിടുമ്പം ചീരയ്ക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ. ചീരയല്ല, പൂവ്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരണം. അതുവരെ ഇതൊന്ന് ഇളക്കി ഇങ്ങനെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ പൂവിട്ട് കഴിയുമ്പോൾ കുഴഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാ ഇപ്പം ആയിട്ടുണ്ട്, പാകത്തിനായി. ഇനി ഞാനൊരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇത്രയും മതി. കണ്ടോ, ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂവിട്ട് കൊടുക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ ഇനി പൂവിട്ട് കഴിയുമ്പോൾ സിമ്മേ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു പൂവാണിത്. നമുക്കറിയാമല്ലോ, ചീരയൊക്കെ ആണെങ്കിലും തോരൻ വെക്കുമ്പോൾ പെട്ടെന്ന് വേവിയല്ലേ, അതുപോലെ തന്നെയാണ് ഈ പൂവും. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക, അത് സിമ്മിൽ. അത്രയും മതി. ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റി നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകാൻ പറ്റിയ ഒരു കറിയാണിത്. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും നിരവധി ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞല്ലോ. അത്രയും നല്ലതാണ് അഗസ്ത്യച്ചീര. അതിൻ്റെ പൂവും ഇലകളും ഒക്കെ തോരൻ വെച്ച് നമ്മൾ കൂട്ടുന്നത്. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഞാൻ തുറന്നു. ഇത് വേണം മഞ്ഞൾപ്പൊടി ഇട്ടും വയ്ക്കാം, ഇടാതെയും വയ്ക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 പ്രാവശ്യം അതൊന്ന് ഇളക്കി കൊടുക്കുമ്പം തന്നെ അത്
അതിൻ്റെ എല്ലാം യോജിച്ചോളും. കണ്ടോ, ഇപ്പം നല്ല തോർന്ന് ഒട്ടും കുഴയാതെ നല്ല പൊടി പൊടിയായിട്ടുള്ള തോരനാക്കി ആയില്ലേ, നോക്കിക്കേ. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ മഞ്ഞളിൻ്റെ പച്ചമണവും മാറും, കറിവേപ്പിലയും വെന്തോ കിട്ടും. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല സുന്ദരമായ തോരനാണിത്. ഏകദേശം ഇത് നമ്മൾ മുരിങ്ങപ്പൂവ് തോരൻ വയ്ക്കിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ വളരെയധികം ഗുണമുള്ള ഒരു പൂവാണ് അഗസ്ത്യച്ചീരയുടെ പൂവെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാവരുടെയും വീട്ടിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ആരും തന്നെ അങ്ങനെ തോരൻ വയ്ക്കാറില്ല. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, നല്ല സുന്ദര ടേസ്റ്റാണ്. ഇത് പൂ കിട്ടുന്നവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.